എൻ്റെ ടെസ്റ്റോസ്റ്ററോൺ 232 കിടക്കുമായിരുന്നു. 50% ഞാൻ കൂടി എന്ന് പറഞ്ഞില്ലേ. ആദ്യം 513 കഴിഞ്ഞ മാസം. അതിപ്പോൾ പിന്നെയും വീണ് 513 തന്നെ എത്തി. വാട്സ്ആപ്പ് ബോയ്സ് നിങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്നെ രാവിലെ എഴുന്നേപ്പിച്ചു അച്ഛൻ. അപ്പം പിന്നെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി വിളിച്ച്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. എനിക്ക് ജസ്റ്റ് അറിയണം എൻ്റെ കിറ്റോസിസിലാണ് ആ ബോഡി നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ നിന്ന് എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ. മാറേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാം. നമുക്ക് നോർമൽ എല്ലാം ചെയ്ത കാര്യങ്ങൾ തന്നെ. ലിപ്പിഡ് പ്രൊഫൈലും ടെസ്റ്റോസ്റ്ററോണും ചെക്ക് ചെയ്യണം. അത് രാവിലെ പോകണമെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റത്. കിറുക്കി നോക്കിയത് അവിടുന്ന് വെള്ളം കുടിക്കുന്നു. കിറുക്കിക്ക് പൈപ്പ് വെള്ളം തന്നെ വേണം. ആ വെള്ളമല്ല വേറെ വെള്ളം ഇട്ടിരിക്കുന്ന മോട്ടോർ വെള്ളം. അതൊക്കെ വേറെ സ്റ്റാൻഡേർഡ്. ഞാൻ ബ്ലഡ് എടുത്തോണ്ട് വരാം, ഒന്ന് നോക്കടേ. ഇഷ്ടമാണ് ഞാൻ ബ്ലഡ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കൈ വെച്ചോണ്ടിരിക്കുക. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒടുക്കത്തെ വിലയാ എപ്പോഴും ചെയ്യാൻ. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ലിവറൊക്കെ വർക്കിംഗ് ആണെന്ന് അറിയണ്ട. പെട്ടെന്ന് വീട്ടിലോട്ട് പോകട്ടെ. അച്ഛൻ എന്നെ രാവിലെ വിളിച്ചെഴുന്നേപ്പിച്ചാണ് ഒരു കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞു. കല്യാണത്തിന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല, എന്നാലും എനിക്കത് കഴിക്കാമെന്ന് പറഞ്ഞില്ല. ഞാൻ എന്തിനാ പോയിട്ട്. അപ്പോൾ എന്തായാലും പോട്ടെ, കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ് കാണുക. എത്ര മണിക്കായിരുന്നു? 10:30ക്കും 10:45 12 മണി ആകുന്നേ ഉള്ളൂ. എനിക്ക് ആരെന്ന് കഴിക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ വരിക. അമ്മ വെറുതെ വരാൻ പറഞ്ഞു. എനിക്ക് കഴിക്കാൻ പറ്റുന്നൊന്നുമില്ല. ഇവിടെയായിരുന്നു കല്യാണം നടന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു കല്യാണം തീർന്നു കാണും. ഇവിടെ ആയിരുന്നോ മണ്ടോ എനിക്കറിയത്തില്ല, കണ്ടിട്ട് മനസ്സിലാവില്ല. അച്ഛനെ കൊണ്ട് നടന്നു പോകുന്നു, കഴിക്കാൻ നേരെ പോവാണ്. ഞാൻ ഓൾറെഡി ഒരു സബ്സ്ക്രൈബിന് സംസാരിക്കുമായിരുന്നു. അച്ഛൻ കയറിയിട്ട് വന്നായിരുന്നു ഓൾറെഡി. ഞാൻ അവിടെ പോയിട്ട് എന്താണ് ബ്രൈഡിനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് പേരെന്തുവാണെന്ന് ഞാൻ പേര് ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല. ഓൾറെഡി പേര് അറിയില്ലേ, മലയാളത്തിലല്ലേ അല്ലേ. അതായത് കുഴപ്പമില്ല, നൈസായിരുന്നു. അച്ഛൻ കഴിക്കുന്നില്ലേ? കഴിച്ചിട്ട് വാ. കുറെ സമയം എന്താ എനിക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം. അച്ഛനെ പിന്നെ ഞാൻ പറഞ്ഞു ഇട്ടുണ്ട്. അച്ഛൻ കഴിച്ചിട്ട് വരുമായിരിക്കും. അച്ഛൻ കഴിച്ചില്ലേ? കൊള്ളാം. പിന്നെ അതൊന്നും അച്ഛൻ പോയ അച്ഛൻ കഴിച്ചില്ല കേട്ടോ. എനിക്ക് തോന്നിയതാ. ഞാൻ അച്ഛനക്ക് പറഞ്ഞ പോലെ ടൗണിൽ പോകുന്ന കടയ്ക്ക്. അച്ഛൻ പറഞ്ഞതും കേട്ടില്ല, എനിക്കിട്ട് ഇഷ്ടവും പെട്ടില്ല. വെജിറ്റബിൾ ഓയിലകത്ത് ഇങ്ങനെ മുങ്ങിയിരിക്കുന്ന, അതും പലവട്ടം യൂസ് ചെയ്ത് എണ്ണ ടൈപ്പ് ആണെങ്കിൽ എനിക്ക് ക്യാൻസറാണ് എന്നാ എൻ്റെ ഫീല്. കഴിക്കും തോറും ക്യാൻസർ എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ് കടക്കകത്ത്? ആഹാരം തീറ്റയാണ്. എന്റെ ഷർട്ട് കീറിയാണ്. എന്താണിത്? ഇത് മൂലക്ക് കൂർത്തൊക്കെ വെച്ചിരിക്കുന്നു. എന്നാലും ഫുള്ള് ഊട്ടയാണ്, കുഴപ്പമില്ല. എന്തുവാ ഇത്? ഫുൾ ഫുഡാണല്ലേ? അപ്പൊ സബ്സ്ക്രൈബറെ കൊണ്ട് മേടിച്ച് തീറ്റിയാണല്ലേ? പൈസ കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. മേടിക്കല ഞാൻ പറഞ്ഞേ, നീ പൈസ വാങ്ങിച്ചില്ല, നീ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. സോറി ഒരിക്കലും പറഞ്ഞു കാണില്ല. സോറി പറഞ്ഞ് ഞാൻ കൊടുത്തു പൈസ. അത് 20 രൂപ മതി പറഞ്ഞു. അച്ഛനൊക്കെ പറഞ്ഞു. ഞാൻ അടുത്ത് അവിടുന്ന് അച്ഛനെ കഴിക്കാൻ അച്ഛൻ കഴിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരച്ഛനമ്മയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് പൊക്കി വിട്ടു കഴിഞ്ഞിട്ട് പോകുന്നു. പക്ഷെ അച്ഛൻ എന്നെ കൊണ്ട് പോയിട്ട് കഴിപ്പിച്ചത് എന്തുവാണ്? ഒരു കൂതറ ചിക്കൻ. കൂതറ കണ്ട കട കാണുമ്പോ തന്നെ മനസ്സിലാവില്ല. എന്നിട്ട് അച്ഛൻ വെറുതെ കയറ്റിക്കൊണ്ട് അതിനടുത്താണെന്നും പറഞ്ഞു. അച്ഛനല്ലേ കയറ്റിച്ചത് വെറുതെ. സൺഫ്ലവർ ഹൈ ലെവലിന്റെ ഒന്നും അല്ല, സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഇട്ട് വർഷങ്ങളോളം ചെയ്യുന്ന എണ്ണ ഞാൻ കഴിക്കാറില്ല. ഞാൻ അവിടെ നിന്ന് കഴിക്കണമെന്നും പറഞ്ഞല്ലേ പോയത്. അച്ഛനെ പിടിച്ച് കയറ്റിയത്. അതുകൊണ്ട് കയറിയിട്ട് അച്ഛൻ എനിക്ക് ക്യാൻസർ മേടിച്ചു തന്നു. എന്താമേ ക്യാൻസർ അറിയത്തില്ല അവർക്ക് എന്താണെന്ന്. ഈ കണ്ണി കട ഞുറുക്ക് കാണുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ പോ. എന്താണ് ഈ ഷൂ? അമ്മ ഇപ്പഴോട് വന്നേ. ഏത് ഷൂ ആയിടുന്ന് നോക്കി. എന്താ ഈ ഷൂ മേടിച്ച് ഞാൻ ഇട്ടിരിക്കുന്നത്? അമ്മക്ക് എന്താണ് വല്ല ഇൻവിറ്റേഷൻ തരണേ? എടുത്ത് കത്തിച്ച് കളയുന്ന നോക്കി. ഞാൻ നാരങ്ങ മേടിക്കാൻ പോവുകയാണ്. നാരങ്ങയുടെ കൂടെ എന്തുവാണ് മറ്റേ സോഡയും കൂടി മേടിച്ചത്. ഇതാരാണ് ആ വാഴയടക്കം ഇറങ്ങി വരുന്നത്? കണ്ടനോ? എനിക്ക് വിശന്നിട്ടും വേണം. ഞാൻ എന്തെങ്കിലും മേടിച്ച് കഴിക്കണം. ഈ ചിക്കൻ എപ്പോഴും സ്വിച്ച് ചെയ്യാൻ നേരത്ത് നിനക്കാണെന്നില്ല ബീഫ് കഴിക്കുന്നത് തന്നെയാണ്. ചിക്കൻ കഴിക്കുമ്പോൾ വെറുതെ എനിക്ക് ഒടുക്കത്തെ വിശപ്പുമാണ്. ഹാങ്ക്രിയാണ്. ഇങ്ങനെ ഹാങ്കർ കയറിയല്ല, എനിക്ക് വിശപ്പ് കാരണമുള്ള കലിപ്പ് വരുന്നത്. ഞാൻ സോഡയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അമ്മയ്ക്ക് സോഡ നാരങ്ങ ഉണ്ടാക്കി കുടിക്കായിരിക്കും. ഞാൻ ഫുഡ് ഓർഡർ ചെയ്താൽ എത്തുവാണെന്ന് തോന്നിപ്പോൾ. ചിക്കൻ തന്നെയാണ്. ഈ ബ്രെഡൊന്നും ഞാൻ കഴിക്കുന്നില്ല. കണ്ടാ
ഇങ്ങോട്ട് വാ, പുകത്ത് കയറ്. കണ്ടാ ആൻസറാണോ നോക്കട്ടെ. കണ്ടൂസ് ചേച്ചി ഫുഡ് കഴിച്ചു കേട്ടാ. എനിക്കെന്നെ ബ്ലഡ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അത് നോക്കിയിട്ട് പറയാൻ നിങ്ങൾക്ക്. എങ്ങനെ എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കൊളസ്ട്രോൾ ഞാൻ തമാശയ്ക്ക് വേണ്ടി അവരൊക്കെ പറഞ്ഞായിരുന്നു 400 കൂടുതലായിരിക്കും ഇപ്രാവശ്യം എന്ന്. തമാശയ്ക്ക് പറഞ്ഞാൽ ഇപ്പൊ സീരിയസ് ആയിട്ട് ഇപ്പൊ 420 നേരത്തെ 390 അല്ലായിരുന്നു. ഓൾമോസ്റ്റ് ബാക്കി എല്ലാ വാല്യൂസും ഞാൻ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാം നല്ലതിലോട്ടാണ് കുറേ ചെയ്തിട്ടുള്ളൂ ഇപ്രാവശ്യത്തെ റിസൾട്ടിനകത്ത്. കൂടിയത് മറ്റേ LDL മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഈ ഡയറ്റ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴും പ്രോപ്പറായിട്ട് കിറ്റോസിസ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഞാൻ എന്ന് ഈ ഡയറ്റ് തുടങ്ങിയാൽ അന്ന് തൊട്ടാണ് ഈ കൊളസ്ട്രോൾ ഇങ്ങനെ മാറിയതും. ഞാൻ പണ്ടോട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ, നിങ്ങൾ ഹൈപ്പർ റിയാക്റ്റീവ് ആയിരിക്കും ഓൾറെഡി ലീൻ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഈ കാർണിവറി പോകാൻ നേരത്ത്. അത് തന്നെ എൻ്റെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. അപ്പം എൻ്റെ പ്രോപ്പറായിട്ട് ഡയറ്റ് ഇതുവരെ തെറ്റാ പോകുന്നതണ്ട. എന്നുവെച്ചാൽ ചെറുതായിട്ട് കാർബ്സ് അവിടെ ഇവിടെയൊക്കെ വലുതായിട്ട് കയറി എന്ന് പറഞ്ഞാലും അത് വലുതായിട്ട് കുഴപ്പമില്ല. ചെറിയ ഒരു 10-20 ഗ്രാം കയറിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഫുഡിൽ അവിടെ ചിലപ്പോൾ കയറി പോകും. അതുകൊണ്ട് നിങ്ങൾ കിറ്റോസിസ് നിന്ന് മാറത്തില്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കുന്നത്. എൻ്റെ ടെസ്റ്റോസ്റ്ററോൺ അല്ലേ 232 കിടക്കുമായിരുന്നു. 50% ഞാൻ കൂടിയെന്ന് പറഞ്ഞില്ലേ. ആദ്യം 513 കഴിഞ്ഞ മാസം. അതിപ്പോൾ പിന്നെയും വീണ് 513 തന്നെ എത്തി. എനിക്ക് തോന്നുന്നു ഈ ഇടക്കായിട്ട് ഞാൻ കുറച്ച് എക്സസൈസ് കുറഞ്ഞ്, എന്നുവെച്ചാൽ ഞാൻ ഒടുക്കത്തെ ബിസി ആയതുകൊണ്ട് എക്സസൈസ് കുറഞ്ഞുകൊണ്ടാണ് ഈ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞതെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെയും പൊക്കത്തോടെ എടുത്തൊരു 700-800 പൊക്കത്ത് തന്നെ പിടിക്കണം കേട്ടോ. അതായിരിക്കും നമ്മുടെ അടുത്ത കാര്യം. വേറെ ഒന്നുമില്ല, വേറെ എല്ലാം സെറ്റാ. ടെൻഷൻ അടിക്കണ്ട. എന്തിലാട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്. ഇതിൻ്റെയൊക്കെ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇവിടെ വെച്ച് കേട്ടാ. പടപടപടാന്ന് വന്നുകൊണ്ടിരിക്കും.